1633-ൽ ആരോ ഒരാൾ റോക്കറ്റിൽ കയറി ആകാശത്തേക്ക് കുതിച്ചുയർന്നു എന്ന് പറയപ്പെടുന്നു. 1000 അടി ഉയരത്തിൽ വെച്ച് അയാൾ പുറത്തു കടന്ന് ചിറകുകളുടെ സഹായത്തോടെ സുരക്ഷിതമായി താഴേക്ക് പറന്നിറങ്ങിയെന്നാണ് ഐതിഹ്യം. കേൾക്കുമ്പോൾ ഭ്രാന്തായി തോന്നുന്നു, അല്ലേ? എന്നാൽ അങ്ങനെയൊന്ന് ശരിക്കും സാധ്യമാകുമോ? ഇത് കണ്ടെത്താനായി ടീം ചെറിയ പരീക്ഷണങ്ങളിൽ നിന്ന് തുടങ്ങി. ഏതു രൂപകൽപ്പനയാണ് ഏറ്റവും മികച്ച രീതിയിൽ പറക്കുന്നത് എന്ന് കാണാൻ അവർ കടലാസ് ട്യൂബുകൾ ഉപയോഗിച്ച് നിരവധി മിനി റോക്കറ്റുകളുണ്ടാക്കി. അവർ തെരഞ്ഞെടുത്ത ഇന്ധനം പഴയ ബ്ലാക്ക് പൗഡറായിരുന്നു. ടോറിയുടെ രൂപകൽപ്പന സ്ഥിരതയുടെയും ഉയരത്തിന്റെയും കാര്യത്തിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചപ്പോൾ ഗ്രാൻഡിന്റെ രൂപകൽപ്പന അല്പം പിന്നോട്ടുപോയി. അടുത്തതായി അവർ ഇരു രൂപകൽപ്പനകളുടെയും മികച്ച സവിശേഷതകൾ സംയോജിപ്പിച്ച് ആളുകളെ വഹിക്കാൻ കഴിയുന്ന ഒരു മുഴുനീള റോക്കറ്റ് നിർമ്മിച്ചു. അതിലും വലിയ വെല്ലുവിളി അടുത്തതായി വന്നു: എങ്ങനെ സുരക്ഷിതമായി താഴെ ഇറങ്ങും? കഥയിൽ ഒരുതരം ചിറകുള്ള ഗ്ലൈഡർ ഉപയോഗിക്കുന്നതായി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഒരു ഇടുങ്ങിയ റോക്കറ്റിനുള്ളിൽ മുഴുനീള ചിറകുകൾ നിവർത്താൻ ഒരു വഴിയുമില്ലായിരുന്നു. അതിനാൽ അവർ കൂടുതൽ പ്രായോഗികമായ ഒരു പാരച്യൂട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ടോറി റോക്കറ്റിന്റെ ബോഡിയിലും ഗ്രാൻഡ് എഞ്ചിനിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കാരിക്കായിരുന്നു പാരച്യൂട്ടിന്റെ ചുമതല. റോക്കറ്റും എഞ്ചിനും പൂർത്തിയായപ്പോൾ അവർക്കൊരു പ്രശ്നം നേരിട്ടു. അവരൊരു പരീക്ഷണം നടത്താനുള്ള ഡമ്മിയെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഓട്ടോമാറ്റിക്കായി വിടരുന്ന ഒരു പാരച്യൂട്ട് കാരിക്ക് ആവശ്യമായിരുന്നു. അവളുടെ പരിഹാരം ഇതായിരുന്നു: പാരച്യൂട്ട് ഒരു സ്പ്രിംഗ് ലോഡഡ് പേപ്പർ ട്യൂബിൽ നിറച്ച് ഒരു ഇലക്ട്രോണിക് ട്രിഗർ ഉപയോഗിച്ച് അടപ്പ് തുറന്ന് പുറത്തേക്ക് വിക്ഷേപിക്കുക. എല്ലാം തയ്യാറായ ശേഷം അവർ വിക്ഷേപണ സ്ഥലത്തേക്ക് പോയി. വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ അവർ ഗൈഡ് റെയിലുകൾ സ്ഥാപിക്കുകയും 950 പൗണ്ട് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനാവശ്യമായ 15 പൗണ്ട് ആധുനിക റോക്കറ്റ് ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു. കൗണ്ട്ഡൗൺ അവസാനിച്ചപ്പോൾ റോക്കറ്റ് ശരിക്കും ഉയർന്നു പൊങ്ങി. പക്ഷേ അത് ഏകദേശം 150 അടി വരെ മാത്രമേ എത്തിച്ചേർന്നുള്ളൂ. അതിനു മുൻപ് നിയന്ത്രണം വിട്ട് കറങ്ങി താഴേക്ക് പതിച്ചു. പാരച്യൂട്ടിന് വിടരാൻ അവസരം ലഭിച്ചില്ല. ഡമ്മിക്ക് പൊള്ളലേൽക്കുകയും വസ്ത്രങ്ങൾ കത്തുകയും ചെയ്തിരുന്നു. ഭാരവിതരണത്തിന്റെയും എയറോഡൈനാമിക്സിന്റെയും കാര്യത്തിൽ രൂപകൽപ്പന പൂർണ്ണമായും തെറ്റാണ് എന്ന് വ്യക്തമായി. ഐതിഹ്യം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു.